ഇതുവരെ ദേശീയ രാഷ്ട്രീയ രംഗത്ത് സജീവമായി കടക്കാതിരുന്ന താങ്കൾ ഇപ്പോൾ സജീവ രാഷ്ട്രീയത്തിലേക്ക് പ്രവേശിക്കാൻ തീരുമാനിച്ചതിന്റെ കാരണം വ്യക്തമാക്കാമോ? ദേശീയ രാഷ്ട്രീയത്തിന്റെ മുഖ്യധാരയിൽ ഞാൻ എന്നും ഉണ്ടായിരുന്നു എന്നതാണ് സത്യം. എന്നാൽ ഒരിക്കലും സ്ഥാനമാനങ്ങൾ ഞാൻ ആഗ്രഹിച്ചിട്ടില്ല. പക്ഷെ ഇപ്പോ പാർട്ടി എന്നെ നിർബന്ധിക്കുന്നു. അടുത്ത 16-ന് നടക്കുന്ന പാർട്ടി ഇലക്ഷനിൽ ജനറൽ സെക്രട്ടറി സ്ഥാനത്തേക്ക് താങ്കൾ തിരഞ്ഞെടുക്കപ്പെടുമെന്നാണ് അഭ്യൂഹങ്ങൾ. ഇതിനെക്കുറിച്ച് എന്ത് പറയുന്നു? സ്വാർത്ഥ താല്പര്യങ്ങൾ വെടിഞ്ഞ് ഇന്ത്യയുടെ ഐക്യത്തിനും അഖണ്ഡതയ്ക്കും വേണ്ടി രാപ്പകലില്ലാതെ സേവനം ചെയ്യാൻ സന്നദ്ധനായ ഒരു എളിയ പാർട്ടി പ്രവർത്തകനാണ് ഞാൻ. പാർട്ടിയും ജനങ്ങളും അങ്ങനെ ആഗ്രഹിക്കുന്നുവെങ്കിൽ പിന്നെ ഞാൻ എന്ത് പറയാനാ? But recently a paper reported that there are so many allegations against you within your party. Allegations are always there in politics. No comments, please. ഒപ്പം കേരള ഘടകം താങ്കളെ രഹസ്യമായി എതിർക്കുന്നുവെന്നാണ് വാർത്തകൾ. അതിനെക്കുറിച്ച്? ജന്മനാട്ടിൽ ലഭിക്കാത്ത അംഗീകാരം എനിക്ക് ഇവിടെ കിട്ടുന്നുണ്ടല്ലോ. ഞാൻ കൃതാർത്ഥനാണ്. അപ്പോൾ താങ്കൾ വിജയിക്കുമെന്ന് വിശ്വസിക്കുന്നു? തീർച്ചയായും. പല വ്യവസായ പ്രമുഖരുമായി താങ്കൾ പുലർത്തുന്ന ബന്ധത്തെപ്പറ്റി? എന്താ, വ്യവസായികളും മനുഷ്യരല്ലേ? പിന്നെ അവരുമായി ബന്ധപ്പെടരുതെന്ന് ഒരു നിയമവും അനുശാസിക്കുന്നില്ല. എന്റെ സുഹൃത്തുക്കളിൽ വ്യവസായ പ്രമുഖരുണ്ട്, പാവപ്പെട്ട രക്ഷാ തൊഴിലാളികളുമുണ്ട്. आपका अगला एम प्राइम मिनिस्टर होना है क्या? इसी कुर्सी में बैठने की इच्छा नहीं है मुझको. जो कुछ भगवान देता है मैं स्वीकार करूंगा. പാർട്ടി ജനറൽ സെക്രട്ടറിയായി ഐസക് തെരഞ്ഞെടുക്കപ്പെട്ട പിന്നെ അവനെ ഒന്ന് തൊടാൻ പോലും നമുക്കാവില്ല. ഹി വിൽ ബി മോർ പവർഫുൾ, മോർ ഡേഞ്ചറസ്. ഒരു പാർട്ടിയുടെയും പദവി അലങ്കരിക്കാൻ ഇനി അവന് ഭാഗ്യമുണ്ടാവില്ല. എങ്ങനെ സതീഷ്? എന്നെ ഈ നിലയിലാക്കിയതിനേക്കാൾ ക്രൂരമായി, ഇവരുടെ ജീവിതം തകർത്തതിനേക്കാൾ ബ്രൂട്ടലായി ഞാൻ അവനെ നേരിടും. അവസാനം ഒന്നുമില്ലാത്തവനായി എനിക്ക് അവനെ കാണണം. അപ്പോഴും ഐസക് വെറുതെ ഇരിക്കുമെന്ന് സതീഷിന് തോന്നുന്നുണ്ടോ? ഇല്ല, അവന്റെ ഒരു അവസാന നീക്കം കൂടെ ഞാൻ മുന്നിൽ കാണുന്നു. അതിനുവേണ്ടിയാണ്, ആ നിമിഷത്തിന് വേണ്ടിയാണ് ഞാൻ കാത്തിരിക്കുന്നത്. അതിൽ നിന്ന് ഒരു ശക്തിക്കും എന്നെ പിന്തിരിപ്പിക്കാനാവില്ല.
യെസ്, മിസ്റ്റർ പോൾ ബി ഐസക്. ഹു ഈസ് കോളിംഗ്? ഇല്ല, അത്ര പെട്ടെന്നൊന്നും നീ ഈ ശബ്ദം മറക്കില്ല. മറക്കാൻ നിനക്കാവില്ല. യു സൺ ഓഫ് എ ബിച്ച്! നീ ഒന്ന് രക്ഷപ്പെട്ടത് എന്റെ തെറ്റ്. നോക്കിക്കോളൂ, വിതിൻ 24 hours നിന്റെ ചാപ്റ്റർ ഞാൻ ക്ലോസ് ചെയ്യും. യു കാൺട്ട്. ദി ഗ്രേറ്റ് മാനിപ്പുലേറ്റർ, യു കാൺട്ട്. ഒരിക്കലും നിനക്കതിന് കഴിയില്ല. പക്ഷെ അതിനു മുമ്പ് നിന്റെ ഈ ജന്മം അവസാനിക്കാൻ പോവുകയാണ്. അതറിയിക്കാൻ വേണ്ടിയാണ് ഞാനിപ്പോ വിളിച്ചത്. നിന്റെ കഴുത്തിൽ ഒരു കുരുക്ക് വീഴാൻ പോകുന്നു. എ ഗോഡിയൻ നോട്ട്. ഇനി നീ നിന്റെ മുന്നിലിരിക്കുന്ന TV സ്ക്രീനിൽ കാണാൻ പോകുന്നത് ക്രിക്കറ്റ് മാച്ച് അല്ല. അതിന് പകരം നിന്റെ ജീവിതം കൊണ്ടുള്ള അവസാനത്തെ മാച്ചാണ്. അത് കണ്ടു കഴിയുമ്പോ നിനക്കെന്നെ കാണണമെന്ന് ആഗ്രഹമുണ്ടാവും. ഡെഫിനറ്റ്. വസന്തി വിഹാറിലെ 13-ാം നമ്പർ ബിൽഡിംഗിൽ ഞാൻ നിനക്ക് വേണ്ടി കാത്തിരിക്കും. ഒരു അവസാന കൂടിക്കാഴ്ചയ്ക്ക് വേണ്ടി. അതിന് തയ്യാറെടുത്തോളൂ. ഗുഡ് ലക്ക് ആൻഡ് സീ യു. ഇല്ല, വിടില്ല ഞാൻ. ഒന്നിനെയും വിടില്ല ഞാൻ. എത്രയും പെട്ടെന്ന് എനിക്ക് അവനെ കിട്ടണം. എന്നിട്ട് ഇഞ്ചിഞ്ചായി വെട്ടി നുറുക്കും ഞാൻ അവനെ. ലോഡ് ദ ഗൺസ്. വെൽക്കം മിസ്റ്റർ പോൾ ബി ഐസക്. നിന്റെ കണ്ണുകളിൽ പോലുമുണ്ട് വല്ലാത്തൊരു ഭയം. സത്യത്തിൽ എനിക്ക് സഹതാപം തോന്നുന്നു. ഒരു ശത്രുവിന് പോലും ഇങ്ങനെ സംഭവിക്കരുതെന്ന് ആഗ്രഹിച്ചു പോകുന്ന നിമിഷം. ബട്ട് സോറി ജെന്റിൽമാൻ, സോറി. നീ ഇപ്പൊ ആലോചിക്കുന്നത് ഞാനൊരു ഭീരുവിനെ പോലെ ഒളിച്ചിരിക്കുകയാണെന്നാവും. നോ, നിന്റെ തൊട്ട് മുമ്പിലുണ്ട് ഞാൻ. നിനക്ക് കയ്യെത്തി പിടിക്കാവുന്ന അത്ര അടുത്ത്.
നിന്റെ ചുറ്റുമുള്ള ആ 4 മെഴുകുതിരികൾ കണ്ടോ? നിന്റെ ആത്മശാന്തിക്ക് വേണ്ടി ഞാൻ കത്തിച്ചു വെച്ച മെഴുകുതിരികൾ. അതണയാൻ ഇനി ഏതാനും നിമിഷങ്ങളെ ബാക്കിയുള്ളൂ. No! You bastard! സ്വന്തം ആത്മാവിന് വേണ്ടി കത്തിച്ചു വെച്ച മെഴുകുതിരികൾ സ്വയം ഊതിക്കെടുത്താൻ ആദ്യമായി ഭാഗ്യം ലഭിച്ചത് ഒരുപക്ഷെ നിനക്കായിരിക്കും. ശ്യാം കൗശിക്, ഇന്ത്യൻ ബിസിനസ് ജേർണലുകളുടെ മാനസപുത്രൻ, വന്ദേ മാതരം പാടുന്നവന് വെടിയുണ്ട കണ്ട് അത്താഴമൊരുക്കണമെന്ന് വാശി പിടിച്ച ആ പഴയ വിക്ടോറിയൻ ഫിലോസഫിയുടെ പിന്തുടർച്ചക്കാരൻ, അധികാരം തങ്ങളുടെ മാത്രം ജന്മാവകാശമാണെന്ന് പ്രഖ്യാപിച്ച് ഉത്തരേന്ത്യൻ ഗോസായിമാരുടെ ബിനാമി എന്ന ഓമന പേരിട്ട് വിളിക്കുന്ന കാവൽ നായ, സ്നേഹമെന്ന വാക്കിന് പൊള്ളയായ കൺസ്യൂമർ സംസ്കാരത്തിന്റെ വില പോലും കൽപ്പിക്കാത്ത പുതുപുത്തൻ തലമുറയുടെ ആരാധനാപാത്രം, ദ കിങ് ഓഫ് ഹവാല. ഇനി എന്തൊക്കെ വേണം വിശേഷങ്ങൾ ഇവനെ പറ്റി? ഫോർ ദ പീപ്പിൾ, ഓഫ് ദ പീപ്പിൾ, ബൈ ദ പീപ്പിൾ എന്ന്
നീയൊക്കെ പകൽ വെളിച്ചത്തിൽ മാത്രം തൊണ്ട കീറുമാറ് ശതകോടികളോട് വിളിച്ചു പറയുന്ന പരിഭാവനമായ ആ പൊളിറ്റിക്കൽ സിസ്റ്റം ഉണ്ടല്ലോ, ഒരു ശരാശരി ഇന്ത്യന്റെ അവസാനത്തെ ആശ്രയമായ ആ ഡെമോക്രാറ്റിക് സിസ്റ്റം, അതിന്റെ നെഞ്ചിൽ ചവിട്ടി നിന്നുകൊണ്ട് പുതിയ മഹാത്മാക്കളുടെ നിരയിലേക്ക് നിന്നെ പ്രതിഷ്ഠിക്കാൻ വേണ്ടി കച്ച കെട്ടിയിറങ്ങിയ ഇവന് ഇനി അതിനുള്ള ഭാഗ്യമുണ്ടാവില്ല. പബ്ലിക് ഇവന് കൊടുക്കാൻ ആഗ്രഹിച്ചത് അവർക്ക് വേണ്ടി ഞാൻ കൊടുക്കും. ദ ലാസ്റ്റ് ബുള്ളറ്റ് സപ്പർ, വെടിയുണ്ടകൾ കൊണ്ടുള്ള അവസാനത്തെ അത്താഴം. നീ തകർത്ത് കളഞ്ഞ് എന്തൊക്കെയാണെന്ന് അറിയോ നിനക്ക്? ഭരണഘടനയും അധികാര സ്തംഭങ്ങളും കറൻസി ഗോപുരങ്ങളും പ്രത്യയശാസ്ത്ര കോട്ടകളും മൂല്യവിചാരങ്ങളും ഒക്കെ ഉരുകിയൊലിച്ചു പോകുന്ന നിന്റെ പേര്, ആത്മഹത്യക്കും ജീവിതത്തിനിടയ്ക്ക് പിടിച്ചു നിൽക്കാൻ ത്രാണിയില്ലാത്ത അണികളെന്ന കുറെ പരീക്ഷണ മൃഗങ്ങളെ സൃഷ്ടിക്കുന്ന നിന്റെ മാനിപ്പുലേറ്റർ പദവി, ചർക്ക നോക്കുന്നവന്റെയും പിച്ചെടുക്കുന്നവന്റെയും ചങ്കു പറിച്ചെടുത്ത് അധികാരമുറപ്പിക്കാൻ സഹായിക്കുന്ന നിന്റെ ക്രൈം സിൻഡിക്കേറ്റ്, ത്രിവർണ്ണ പതാകയുടെ പവിത്രതയിൽ നീ ഒളിച്ചു വെച്ച നേരും നിറയും കെട്ട ഒരു പൊളിറ്റിക്കൽ ഹിജഡയുടെ അധികാര ഗർവ്, പറ ഇനി എന്തൊക്കെയുണ്ട് നിനക്ക് നഷ്ടപ്പെടാൻ? എല്ലാം അവസാനിച്ചു നീ കരുതണ്ട. അത്ര പെട്ടെന്നൊന്നും തകർത്തെറിയാനാവില്ല നിനക്കെന്നെ. നിനക്കെന്നല്ല, ആർക്കും എന്നെ തകർക്കാനാവില്ല. മണി മണി പവർ, അതുകൊണ്ട് നഷ്ടപ്പെട്ടതെല്ലാം ഞാൻ തിരിച്ചെടുക്കും. എന്നിട്ട് ഡൽഹിയിൽ കൂടുതൽ പവറോടെ ചിറക് വിരിച്ചങ്ങനെ പറന്ന് നടക്കും ഞാൻ. സർവൈവൽ ഓഫ് ദ ഫിറ്റസ്റ്റ്. ഓരോന്നായി നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുന്ന ഭീരുവിന്റെ വാഴ്ചക്കാലം. പക്ഷെ എനിക്കതില്ല. നഷ്ടപ്പെടാനും പിടിച്ചെടുക്കാനും എനിക്കിനി ഒന്നും ബാക്കിയില്ല. അതേടാ, ഭീരുവിന്റെ അവസാനത്തെ വാഴ്ചക്കാലമാണ് എനിക്കിനി. നീ അന്ന് പറഞ്ഞ പാറിപ്പറന്ന ചെമ്പൻ മുടിയുള്ള ഈ മട്ടാഞ്ചേരിക്കാരൻ തെണ്ടിച്ചെറുക്കന്റെ അവസാനത്തെ വാഴ്ചക്കാലം. അവന്റെ മുമ്പിൽ നീ ഒന്നുമല്ല. പൊളിറ്റിക്കൽ വിസാടെന്നും ആവേശമെന്നും ഒക്കെ അണികൾ വാഴ്ത്തിപ്പാടിയ നീ എന്റെ കൈക്കരുത്തിന്റെ വില മനസ്സിലാക്കാൻ പോകുന്നതേ ഉള്ളൂ. ഇനി നിന്റെ ജീവിതത്തിന് ഒരൊറ്റ മറുപടിയേ ഉള്ളൂ, അവസാനത്തെ എന്റെ മറുപടി. നോ, താൻ തീരുമാനിക്കുന്ന സമയത്തായിരിക്കും നിന്റെ മരണം. പക്ഷെ അതിനു മുമ്പ് നിന്റെ അവസാനത്തിന് വേണ്ടി, ഈ നിമിഷത്തിന് വേണ്ടി കാത്തിരിക്കുന്ന ഒരാൾ കൂടിയുണ്ട്. പത്രം പവറാണെന്ന് നിനക്ക് മനസ്സിലാക്കി തരാൻ വേണ്ടി സ്വന്തം ജീവൻ വരെ പണയം വെച്ച പെൺകുട്ടി കിരൺ വർമ്മ എന്ന പാവം ചെറുപ്പക്കാരന്റെ ചോരയ്ക്ക് പകരം നീ നൽകേണ്ടി വന്ന കനത്ത വില. ഇപ്പോ എന്റെ മുമ്പിൽ നീ ഇല്ലാതാവുമ്പോ അവളെ പോലെ സന്തോഷിക്കാൻ ഈ ലോകത്ത് മറ്റാരും ഉണ്ടാവില്ല. എന്റെ പിന്നിലുള്ള പീപ്പിൾസ് ഫോഴ്സിനെ പറ്റി നിനക്കറിയില്ല. ആ ഫോഴ്സ് കൊണ്ട് ഞാൻ ഉണ്ടാക്കിയ പാരലൽ ഗവൺമെന്റിനെ പറ്റി നിനക്കറിയില്ല. എനിക്ക് എന്തെങ്കിലും സംഭവിച്ചാൽ ഇവിടെ പൊട്ടിപ്പുറപ്പെടുന്ന ഒരു ആഭ്യന്തര യുദ്ധമാണ്, സിവിൽ വാർ. സിവിൽ വാർ. ഈ 4 ചുവരുകൾക്കുള്ളിൽ തീരുന്നുണ്ട് സിവിൽ വാർ. ഇന്ത്യൻ ജനത അത്രയ്ക്ക് വിട്ടുകളല്ലടാ. 7 ജന്മം ജനിച്ചാലും 100 പോൾ ബാസ്റ്റർഡ് ഐസക്മാരുണ്ടായാലും അവർക്കെതിരെ എന്നെ പോലെ 100 കൈകളുടെ ശക്തിയുമായി 1000 ബ്രയായന്മാർ ഇവിടെ ജനിക്കും. നാണം കെട്ട കഥകൾ എത്ര കേട്ടാലും അതൊക്കെ സൗകര്യപൂർവ്വം മറക്കാൻ ശ്രമിക്കുന്ന നിന്റെ അണികൾക്ക് ആണ്ടുതോറും പുഷ്പചക്രം അർപ്പിക്കാനുള്ള ഒരു ബലികൂടീരമാവാനും പാപപരിഹാരത്തിനായി പുണ്യതീർത്ഥത്തിൽ ഒഴുക്കാൻ ഒരു പിടി ചാരമാവാനുള്ള ഭാഗ്യം പോലും നിനക്ക് ഞാൻ തരില്ല. അതുകൊണ്ട് ഇന്ത്യൻ ഡെമോക്രസിയുടെ ഐതിഹ്യമാലയിൽ പോലും ഒരു ചരിത്രമാവാൻ ഇനി നീ ഉണ്ടാവരുത്. ഡൽഹിയുടെ രാഷ്ട്രീയ ചക്രവാളങ്ങളിൽ ഒരു വെള്ളി നക്ഷത്രമായി ഉദിച്ചുയർന്ന പോൾ ബി ഐസക് ഒരു കൊള്ളിയാൻ പോലെ ഈ ഇന്ദ്രപ്രസ്ഥത്തിൽ വിലയം പ്രാപിക്കാൻ പോകുന്നു.